സംസ്ഥാനത്ത് നിലവിൽ പ്രളയ സാധ്യതയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മഴയ്ക്കൊപ്പം കാറ്റ് വീശുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 66 ക്യാമ്പുകൾ തുറന്നുവെന്നും 1894 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയെന്നും മന്ത്രി അറിയിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിമാർ വിനിയോഗിക്കണമെന്നും നിർദ്ദേശം നൽകി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മഴയുടെ ഭാഗമായി വലിയ തരത്തിൽ മരങ്ങൾ വീഴുന്നു എന്നുള്ളതാണ്. വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, പഞ്ചായത്തി രാജ് ആക്ടിന്റെ സെക്ഷൻ 238 പ്രകാരം അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം പൂർണ്ണമായിട്ടും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയേ മതിയാകും. പ്രളയ സാധ്യത എന്ന വിധത്തിലുള്ള ഒരു പ്രഖ്യാപനമോ ആ വിധത്തിലുള്ള പ്രവചനമോ ഇതുവരെ വന്നിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ മൺസൂൺ കാറ്റിന്റെ ഗതിവേഗം കൂടുകയും ഉച്ചയ്ക്ക് ശേഷം കരയിൽ പ്രവേശിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി കരയിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പൊതുവായി നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്.